അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക. എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. കൊച്ചെത്തി. നമ്മുടെ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യത്തിൽ മതങ്ങൾക്ക് എത്രത്തോളം പങ്കുണ്ട്? അങ്ങനെ ഒരു പങ്കുണ്ടോ? ഞാനൊരു മുസ്ലിമാണ്. പലപ്പോഴും പലവരും ഞാനൊരു കാര്യം പറയണ ഒരു റിലേറ്റീവ് കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യമാണ്. പുള്ളി പള്ളി പോകത്തില്ല, നിസ്കരിക്കത്തില്ല, ഓതത്തില്ല. അപ്പം പുള്ളി പറയുന്നത് പെൺകുട്ടികൾ പഠിക്കണ്ട, കല്യാണം കഴിച്ചോ. പണിയെടുക്കൂ, അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, എനിക്കിനി PG എടുക്കണം. പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടാണ് PG എടുക്കാലോ. അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചിനെടുക്കാനേ പറ്റത്തുള്ളൂ, PG എടുക്കാൻ പറ്റത്തില്ല. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. നീ ഒന്ന് എഴുതേത്തേ, ഇത് നിനക്കുള്ള പ്രതിഫലമല്ല, എന്റെ ഒരു സമ്മാനമാ. ശരി, അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറയാണ് ഓക്കെ പഠിക്കുന്നതിന് കുഴപ്പമില്ല, വിശ്വാസം വേണോന്ന് പറഞ്ഞു. എന്തിനാ അതിന്റെ താഴെ ഇരുന്ന് തെണ്ടാനോ? കല്യാണം കഴിഞ്ഞാ പിന്നെ എല്ലാം തീർന്നു. കുതിച്ചു പായുന്ന പടക്കുതിരയെ പിടിച്ച് തൊഴുത്തിക്കെട്ടിയ അവസ്ഥയാവും. വെറുതെ മടമടാന്ന് ചാണകം ഇട്ടോണ്ട് നിൽക്കേണ്ടി വരും. അത് ഈ ചോദ്യത്തിനൊക്കെ മുമ്പ് ഇതൊക്കെ പറയാൻ താൻ ആരുവാ എന്നൊക്കെ ചോദിച്ചുകൂടായിരുന്നു. ചോദിച്ച എന്നെ വീട്ടിൽ നിർത്തത്തില്ല. വീട്ടിലുള്ള ആളാണോ? പുലയാടി മോനെ, നാണമില്ലല്ലോടാ നിനക്ക്. റിലേറ്റീവ് ആണ്, ബന്ധുവാണ്, ശല്യക്കാരനായ ബന്ധു. അതെ. ഇത്രയായ സ്ഥിതിക്ക് സത്യാവസ്ഥ തുറന്നു പറയാൻ ഞാൻ നിർബന്ധിതനാണ്. ഇവരെന്ന് പറയുന്ന വിശ്വാസം എന്ന് പറയുന്ന മതം എന്ന് പറയുന്ന സ്ത്രീകൾ മാത്രം അടിച്ചമർത്താനുള്ള ഒരു ഐക്കണായിട്ട് അവർ കണ്ടേക്കുവാണ്. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരിക്കലും ഈ തലമറിക്കുന്ന കാര്യം. എനിക്ക് ഹിജാബ് ഇടാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. നീ നിനക്ക് ഇഷ്ടമുള്ള ജീവിക്കാർമാനെ, മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. പിന്നെ എന്നെ വീട്ടിൽ നിർത്തത്തില്ല. വാപ്പ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല, പക്ഷേ വീട്ടിൽ നിൽക്കണ്ട, ഹിജാബ് ഇട്ടില്ലെങ്കിൽ വീട്ടിൽ നിൽക്കണ്ട. അതൊക്കെ കാരണവന്മാർ ചെയ്ത എന്താ? പണം ഉള്ളത് കൊണ്ട് ബുദ്ധി ഉണ്ടാവണമെന്നില്ല. ആളുകൾ ടൂറിസ്റ്റുകളായി ബഹിരാകാശത്തേക്ക് പോയി തുടങ്ങി. അപ്പോഴാ കോഴിത്തല ഇയാളുടെ ആട്ടും കാട്ടും. പിന്നെ പഠിച്ചൊരു ജോലി വാങ്ങിച്ചിട്ട് ഭാവിയിൽ എനിക്കിത് മാറ്റാൻ പറ്റുമായിരിക്കും. കാരണം ഞാൻ നിസ്കരിക്കാറുണ്ട്, ഓതാറുണ്ട്. ഒരിക്കലും ഒരു 2-3 മുടി പുറത്ത് കണ്ടെന്ന് പറഞ്ഞ് പോകുന്ന വിശ്വാസമാണെങ്കിൽ അത് പൊക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. ഇത്രയും തന്റെയുള്ള സ്ത്രീകൾ ലോകത്തുണ്ടോ വക്കീലെ? ഇവരുടെ ഏത് പരിപാടി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മിക്കവാറും ഊക്ക് കിട്ടുന്നത് പേപ്പട്ടി മതത്തിനാണ്. വേറെ മതങ്ങളൊന്നും ഇവിടെ വലിയ ഊക്ക് വാങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ഇനി നിങ്ങൾ പറയാം എന്തുകൊണ്ടാണ് പേപ്പട്ടി മതം എന്ന് നമ്മൾ വിളിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഏകദേശ ധാരണ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. മിണ്ടില്ല ഞാൻ പിണക്കം മുളയിലെ നുള്ളിക്കളഞ്ഞില്ലേ. അതായത് ആഗ്രഹിച്ചാൽ തട്ടം ഇടാനും പറ്റണം, ആഗ്രഹിച്ചാൽ തട്ടം ഒഴിവാക്കാനും പറ്റണം. ഇത് രണ്ടിനുള്ള സ്വാതന്ത്ര്യം വേണം. മോൾക്ക് അങ്ങനെ വല്ല സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ദുസ്വപ്നങ്ങളായിട്ടാണ് കണ്ടേക്കെ. ഇസ്ലാമിലെ ഒരു പെണ്ണ് തലയിൽ തട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അത് തട്ടം ഊരിയാൽ അവള് വേശിയായി പോകും എന്നത് തടയാൻ വേണ്ടിയിട്ട്, ആ വിളി കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഇടുന്നത്. കാട്ടാളന്മാരുടെ ഇടയിൽ പോലും ഇങ്ങനെ ഒരു വിചിത്ര നിയമം കാണുകയില്ല. നിങ്ങളുടെ നിയമം ചുട്ട് ചാമ്പലാക്കുക, ന്യായശാസ്ത്രങ്ങൾ കടലിലേക്ക് എടുത്തെറിയുക. നിങ്ങൾ മുസ്ലിം പെണ്ണുങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വെല്ലുവിളി വെക്കുകയാണ്. നിങ്ങൾ ഈ തട്ടം ഇന്ന് ഇടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തട്ടം ഊരി നാളെ പോലെ നടക്കുക. നിങ്ങൾ എത്ര തവണ വേശ്യ എന്ന വിളി നിങ്ങൾ കേട്ടു എന്നുള്ളത് ഇവിടെ റിപ്പോർട്ട് ചെയ്യുക. അതാണ് ഞാൻ പറയാം. സാരമില്ല, സംസ്കാര സമ്പന്നമായ ഒരു പൈതൃകം അവകാശപ്പെടാനില്ലാത്തതിന് കുഴപ്പമാണ്. മനസ്സിലായില്ലേ? മനസ്സിലാകണമെങ്കിൽ താനും തന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനും ഒക്കെ നല്ല തന്തയ്ക്ക് ജനിക്കണം. നിങ്ങൾ ആദ്യം വിളിക്കുന്ന വിളി നീ ഒരു തേപിടിച്ചിയാണ് എന്നുള്ള രീതിയിലാണ് വരിക. പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഇതാണ് ഇസ്ലാമിലെ കാഴ്ചപ്പാട്. അയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു നീ വാടാ നാണം കെട്ട എന്നെ ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ അവര് നമ്മുടെ മണ്ടയിൽ അവരുടെ വിശ്വാസമാണ് അടിച്ചേൽപ്പിക്കുന്നത്. ഒരിക്കലും ഒരു വിശ്വാസം അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. കുട്ടിക്ക് മലയാളം അറിയാ? ഈ കസേരയിലോട്ട് ഇരിക്കുന്നേ ഞാൻ ഒന്ന് കാണട്ടെ. തട്ടവിട്ടാൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ അടുത്ത് വിശ്വാസം ഉണ്ടെന്നുള്ളത് നമുക്ക് അത് തെറ്റായ ഒരു രീതിയാണ്. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഇപ്പൊ തെറ്റ് ചെയ്തിട്ടാണ് നിസ്കരിക്കുകയാണെങ്കിൽ പാപം പൊറുക്കപ്പെടുമെന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്നത് മൊത്തവും ഇങ്ങനെ തെറ്റാണ്. എന്നിട്ട് ഈ നിസ്കരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അതിനുള്ള പ്രയോജനം എന്തുവാ? തട്ടം ഇടുന്നതും തട്ടം ഇടാതിരിക്കുന്നതും കുറി തൊടുന്നതും തൊടാതിരിക്കുന്നതും എല്ലാം ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ്. സ്ത്രീകളോട് ഇങ്ങനെ കാണിക്കുന്ന കഷ്ടമാണ്. സുഭദ്രയൊന്നും പറയണ്ട. അകത്തുള്ള പെണ്ണുങ്ങൾ കാര്യം നടത്താനും അഭിപ്രായം പറയാനും
കുളപ്പുള്ളിയിലെ ആണുങ്ങൾ തീപ്പെട്ടിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ ഒരു യങ്സ്റ്റേഴ്സിന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ രണ്ട് പേരെന്നല്ല, ഇവരൊന്നാണ്. ഇപ്പൊ നമ്മള് പ്രകൃതമായിട്ട് ആൺ പെൺ ഇപ്പൊ അതർ കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരെല്ലാവരും ആഫ്റ്റർ ഓൾ സിറ്റിസൺസ് ആണ്, ഇവരെല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. ഏതായാലും നമ്മുടെ ജാതിക്കാർക്ക് വലിയ നാണക്കേടായി പോയി. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. സെക്സ് ഈസ് നോട്ട് എ മാറ്റർ. ഇവരെല്ലാം നമ്മളിപ്പോൾ ഒരു സ്ത്രീയെ എങ്ങനെ കാണുന്നോ അതുപോലെ തന്നെ ഒരു പുരുഷനെ കാണണം. ഒരു പുരുഷനെ എങ്ങനെ കാണുന്നോ, അവൻ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നോ അതെല്ലാം നമുക്ക് സ്ത്രീക്ക് കൊടുക്കണം. എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞങ്ങളുടെ മതത്തിനെതിരാണ്. താനാരാ മതത്തിന്റെ കാവൽക്കാരനാ? ഒന്ന് ഇറങ്ങിപ്പോടോ. ആരുടെയും റൈറ്റിനെ ഡിനേ ചെയ്യാനുള്ള റൈറ്റ് മറ്റൊരാൾക്കില്ല. അത് ഏതൊരു തരത്തിലുള്ള റൈറ്റ് ആയാലും ഇല്ല. ദൈവമേ ഇവിടുന്ന് നാശമാക്കും. അതിപ്പോ തട്ടത്തിന്റെ കേസാണെങ്കിലും കുറി വരയ്ക്കുന്ന കേസാണെങ്കിലും കൊന്തയിടുന്ന കേസാണെങ്കിലും അതിനുള്ള റൈറ്റ് ആസ് പെർ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലില്ല. ആരുടെ? നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി കിട്ടും. അത് എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണ്. വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഇപ്പോഴും നമ്മുടെ നിയമവ്യവസ്ഥയിൽ എനിക്കിങ്ങനെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ നിയമവ്യവസ്ഥയിലൂടെ മുന്നോട്ട് പോയാൽ എനിക്ക് നീതി കിട്ടും എന്നൊരു ഉറപ്പ് കൊടുക്കാൻ ഇപ്പോഴും നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് കഴിയുന്നുണ്ടോ? പറ്റില്ല. പണ്ട് ഉണ്ടാക്കിയ കുറെ നിയമവ്യവസ്ഥകളുണ്ട്, അത് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അത് മാറ്റാൻ ശ്രമിച്ചാലും നമ്മളെ കുറെ ഗ്രൂപ്പ്സ് വന്നത് മാറ്റാൻ വിടില്ല. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. എന്താണ് ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവാത്ത നിയമങ്ങൾ എന്താണ്? ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എക്സാമ്പിൾ എന്ന് പറയാൻ മുസ്ലിം ലോ തന്നെ എടുത്തോളൂ, ചേഞ്ച് വന്നിട്ടില്ല. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. പലവിധമായ ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാലും വിടില്ല. അതുകൊണ്ട് എത്ര ആൾക്കാർ വന്ന് ഇന്നും സഫർ ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ, ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരത മാതാക്കി ജയ് തന്നെയുള്ള ആളുകളാണ് ഈ എതിർക്കുന്നത്. അതേ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെന്നെ എതിർക്കുന്നത്. നമുക്ക് ആരും പേഴ്സണലായിട്ട് ആരെയും പറയല്ല, പക്ഷെ മാറ്റാൻ വിടില്ല. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. അത് മാറ്റാത്ത കൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ ജസ്റ്റിസ് കിട്ടാതെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ തലാഖിന്റെ കേസ് ആയിക്കോട്ടെ, അങ്ങനെ പല വിധമായിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിലും ഇവരുടെ മനസ്സിൽ ഇരുട്ടാണ്. കാലം മാറിയൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. ഇന്നും അത് വന്നിട്ട് ആ ഒരു നിയമം എടുത്തു മാറ്റാൻ ഈക്വലായിട്ട് എല്ലാവർക്കും ഒരു നിയമം എന്നുള്ളത് കൊണ്ടുവരാൻ വിടുന്നില്ല. ഇപ്പൊ ഇടപെട്ടാൽ ഇത് വിവാദമാകും. പബ്ലിക് സപ്പോർട്ട്. പിന്നെ അവ இந்த மாதிரி நம்ம முகத்துல காரி துப்புறத பாத்துக்கிட்டு இருக்கணுமா? It is quite your inefficiency. You have to answer for it. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, സമൂഹത്തിൽ ഇസ്ലാമിന്റെ കുഴപ്പങ്ങളും ഇതേപോലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ എത്തുന്നു എന്നത് ഒരു വലിയ സംഭവമാണ്, വലിയൊരു മാറ്റമാണ് എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം. നാട്ടുകാർ കേട്ടാ കാർക്കിച്ചു തുപ്പൂല്ല. അതുകൊണ്ട് ഇഷ്ടം പോലെ പേര് സഫർ ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികളും കുടുംബവും അനാഥരായി നിൽക്കുന്ന ഒരു അവസ്ഥ. മനസാക്ഷിയുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞ മനസ്സിലാവൂ. ഇല്ലടി, എന്റെ മനസ്സിന്റെ സ്ഥാനത്ത് മയിൽക്കുറ്റിയ ഞാനതൊക്കെ സഹിച്ചു. ചെറ്റത്തരം പറയണ. നിങ്ങൾ നോക്കിക്കോ, ഈ പറയുന്ന എല്ലാ വാചകം എടുത്ത് വെച്ച് നമ്മൾ ഉസ്താദുമാർ ഇനി ഇറങ്ങും. എന്താണ് ഈ നാടിൻ്റെ പോക്ക്, ഈ കുട്ടികൾ എന്താണ് ഈ പറയുന്നത്, നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. എന്നിട്ട് അവസാനം എന്താവും? അവസാനം കുട്ടികളുടെ വാദം നിലനിൽക്കും. ഈ കുട്ടികൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ മുസ്ലിം പെണ്ണുങ്ങൾ കേൾക്കും, ഉസ്താദ് ഏറി പോവും, ഇസ്ലാം അതിനേക്കാൾ മുകളിലേക്ക് പോവും. ഇതാണ് സംഭവിക്കാൻ പോണത്. ഇങ്ങനെയാണ് ഇസ്ലാം തകരുന്നത്, ഇങ്ങനെയാണ് ഇന്റർനെറ്റ് ഇസ്ലാമിനെ തകർക്കുന്നത്. ഇവിടെ ആളുകൾ ചോദിക്കാറുണ്ട്, ഇന്റർനെറ്റ് തകർക്കുന്നുണ്ട്, തകർന്നില്ല. ഇതൊരു സ്ലോ പ്രോസസ്സാണ്. നിങ്ങളൊരു 10-15 വർഷം വെയിറ്റ് ചെയ്യണമെന്നല്ലേ ഞാൻ അന്നേ പറഞ്ഞത്. ഇന്ന് തന്നെ ഇപ്പോൾ ഒരു 5 വർഷമായിട്ടുണ്ടാവും ഞാൻ ആ പറഞ്ഞിട്ട്. 2020 ഞാൻ പറഞ്ഞത്, 2025 ഇപ്പം തന്നെ എന്താ വ്യത്യാസം? ഇനി നിങ്ങൾ കാത്തിരിക്കുക, ഇസ്ലാമിനെ പൊളിച്ചെടുക്കുന്ന സിനിമകൾ കൂടി വരുന്നതോടുകൂടി ഇതിന്റെ തകർച്ച പൂർണ്ണമാവും. 100% ഞാൻ യോജിക്കുന്നു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.